യുവാക്കളിൽ തൊഴിൽ നൈപുണ്യം ഉറപ്പാക്കുന്നതിനായി തലശ്ശേരി നെട്ടൂരിൽ ആരംഭിച്ച NTTF ട്രെയിനിംഗ് സെന്ററിന് 65 വയസ്സ്. ഇന്ന് ഇന്ത്യയിലുടനീളം ഏതാണ്ട് 15ലധികം കേന്ദ്രങ്ങളിലൂടെ 10,000-ൽ പരം ചെറുപ്പക്കാർക്ക് തൊഴിലധിഷ്ഠിത പഠനവും തൊഴിലും നേടിക്കൊടുക്കുന്ന സ്ഥാപനമായി NTTF മാറിക്കഴിഞ്ഞു. അനുദിനം വളർച്ചയുടെ പടവുകൾ താണ്ടുന്ന NTTF-നെ കുറിച്ച് അറിയാം. NTTF തലശ്ശേരി കേന്ദ്രത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾക്ക് അറിയുന്നത് പോലെ NTTF എന്ന സ്ഥാപനത്തിന് വിത്ത് പാകിയത് 1959-ലാണ്. അത് നെട്ടൂർ എന്ന ഈ പിന്നാക്ക നിന്നിരുന്ന സ്ഥലത്താണ് തുടങ്ങി വെച്ചത്. സ്വിറ്റ്സർലൻഡ് ഏജൻസിയാണ് ഇതിന് വിത്ത് പാകിയത്. അതിനുശേഷം വന്ന മാനേജ്മെൻറ്റിൻ്റെ സാമർഥ്യം കൊണ്ട് ഇത് ഇന്ന് ഇന്ത്യയിലാകമാനം ഏതാണ്ട് 15 സംസ്ഥാനങ്ങളിൽ 20,000-ഓളം കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ്. തുടക്കത്തിൽ ടൂൾ ആൻഡ് ഡൈ മേക്കിംഗ് എന്ന കോഴ്സാണ് NTTF മുന്നോട്ട് വച്ചത്. എന്നാൽ പിന്നീട് വരുന്ന ഡിമാൻഡുകൾ, വ്യാവസായികമായിട്ടുള്ള ഡിമാൻഡുകൾ അനുസരിച്ച് വൈവിധ്യമുള്ള കോഴ്സുകൾ NTTF നടപ്പിലാക്കി. ടൂൾ ആൻഡ് ഡൈ മേക്കിങ്ങിനോടൊപ്പം പിന്നീട് വന്ന കോഴ്സുകൾ മെക്കട്രോണിക്സ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, പ്ലാന്റ് എഞ്ചിനീയറിംഗ് ഇതുപോലുള്ള മേഖലകളിൽ ഡിപ്ലോമ കോഴ്സുകളും അതോടൊപ്പം പോസ്റ്റ് ഡിപ്ലോമ, അതോടൊപ്പം 1 വർഷം ദൈർഘ്യമുള്ള സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകളും, പ്രത്യേകിച്ച് വ്യവസായത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വരുന്ന CNC മെഷീനുകൾ, റോബോട്ടുകൾ, 3D പ്രിൻറ്റിംഗ് ഇവയോട് അനുബന്ധിച്ചുള്ള പ്രായോഗിക നൈപുണ്യം കൊടുക്കുന്ന കോഴ്സുകൾ ഞങ്ങൾ നടപ്പിലാക്കി വരുന്നു. കഴിഞ്ഞ 65 വർഷമായിട്ട് ഇതിൻ്റെ ഗുണഭോക്താക്കളായി വരുന്ന ആൾക്കാർ ഏതാണ്ട് വിദേശത്ത് ഒരു 50,000-ഓളം ആൾക്കാർ ഇന്ന് ട്രെയിനിങ് കഴിഞ്ഞ് പ്രവൃത്തിയെടുക്കുന്നുണ്ട്. ആസ്ട്രേലിയ പോലുള്ള രാജ്യത്ത് ഏതാണ്ട് ഞങ്ങളുടെ അറിവിൽപ്പെട്ടിടത്തോളം 5,000 കുടുംബങ്ങൾ NTTF ഫാമിലിയുണ്ട്. അതോടൊപ്പം പ്രാധാന്യമുള്ളതാണ് ഇന്ത്യയിൽ പൂന മുതലായ സ്ഥാനങ്ങളിലുള്ള NTTF അലുമിനിയുടെ സാന്നിധ്യം. ഇത്രത്തോളം പ്രാധാന്യമുള്ള ഈ സ്ഥാപനം അനുദിനം ഞങ്ങളുടെ സിലബസ് പരിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അറിവുള്ളതുപോലെ തൊഴിൽ നൈപുണ്യം ഓരോ വർഷവും പല പുതിയ മേഖലകളിലേക്ക് ആവശ്യക്കാരെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് ഞങ്ങൾ സിലബസ് പരിഷ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ പുതിയ കോഴ്സുകൾ എല്ലാ വർഷവും ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആദ്യത്തെ കുറേ കാലം NTTF ആണ് ട്രെയിനിങ്ങിൻ്റെ അധികാരിയും അതുപോലെ സർട്ടിഫിക്കേഷൻ്റെ അധികാരിയും ആയിരുന്നത്. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ രാജ്യത്തിൻ്റെ ആവശ്യം മനസ്സിലാക്കി ഇന്ത്യ മഹാരാജ്യത്തുള്ള തൊഴിൽ നൈപുണ്യത്തിൻ്റെ ഏജൻസിയായ NCVET, നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, അവരുടെ കീഴിലുള്ള ഒരു അംഗീകൃത സ്ഥാപനമായി മാറിയിരിക്കുകയാണ് NTTF. അപ്പോൾ NCVETയുടെ അംഗീകാരം പ്രകാരം ഞങ്ങൾക്ക് പുതിയ തൊഴിൽ നൈപുണ്യ മേഖലകളിലേക്ക് കോഴ്സുകൾ ഡിസൈൻ ചെയ്യാനും അതിൽ ട്രെയിനിങ് നടത്താനും അത് പരീക്ഷ നടത്തി സർട്ടിഫൈ ചെയ്യാനുള്ള അധികാരവും ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇങ്ങനെ ഇന്ത്യയിലുള്ള യുവാക്കളുടെ എല്ലാം തന്നെ ഉന്നമനത്തിന് വേണ്ടി അവരെ നൈപുണ്യം ഉള്ളവരാക്കി തീർക്കാനുള്ള ശ്രമത്തിൽ ഞങ്ങളും ഞങ്ങളുടെ കർത്തവ്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. 1959-ൽ സ്വിറ്റ്സർലാൻഡിലെ ഒരു വികസന ഏജൻസിയായ ഹെക്സിന്റെ സഹായത്താൽ കേരളത്തിലെ യുവാക്കളുടെ തൊഴിൽ നൈപുണ്യം ഉറപ്പാക്കുന്നതിനു വേണ്ടി തലശ്ശേരിയിലെ നെട്ടൂർ എന്ന ഗ്രാമത്തിൽ തുടങ്ങിയതാണ് NTTF എന്ന ഈ ട്രെയിനിംഗ് സെന്റർ. ഇന്ന് ഇന്ത്യയിലുടനീളം ഏതാണ്ട് 15ലധികം കേന്ദ്രങ്ങളിലൂടെ 10,000-ൽ പരം ചെറുപ്പക്കാർക്ക് തൊഴിലധിഷ്ഠിതമായ പഠനവും അതിന്റെ ഭാഗമായി തൊഴിലും നേടിക്കൊടുക്കുന്ന സ്ഥാപനമായി NTTF വളർന്നു. പഠനം തീരും മുൻപെയാണ് NTTF വിദ്യാർത്ഥികളെ തേടി തൊഴിലവസരങ്ങൾ എത്തുന്നത്. വിവിധ രാജ്യങ്ങളിലെ വൻകിട കമ്പനികളിൽ ഇവിടുത്തെ വിദ്യാർത്ഥികൾ ജോലി ചെയ്യുന്നു. ചിലർ സ്വന്തമായി കമ്പനിയും സ്ഥാപിച്ചു. ലോകത്തെ പ്രമുഖരായ 500ഓളം വ്യവസായ സ്ഥാപനങ്ങളാണ് പഠനം തീരും മുൻപേ കുട്ടികളെ റാഞ്ചിയെടുക്കാനായി എത്തുന്നത്. ഒരു വിദ്യാർത്ഥിയുടെ വ്യക്തിത്വത്തിന്റെ സമഗ്ര വികസനത്തിലൂന്നിക്കൊണ്ടുള്ള ഒരു പാഠ്യപദ്ധതിയിൽ പ്രായോഗിക പരിശീലനത്തിന് മുൻതൂക്കം നൽകിയിരിക്കുന്നതിനാൽ ഇവിടെ പരിശീലനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് വ്യവസായശാലകളിൽ എളുപ്പത്തിൽ തൊഴിൽ ലഭിക്കുന്നു. തലശ്ശേരി കേന്ദ്രത്തിൽ 700 വിദ്യാർത്ഥികൾ ഇപ്പോൾ പഠനം നടത്തുന്നുണ്ട്. ടൂൾ എഞ്ചിനീയറിംഗ് ആൻഡ് ഡിജിറ്റൽ മാനുഫാക്ചറിംഗ്,
മെക്കാട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആൻഡ് സ്റ്റാർട്ട് ഫാക്ടറി, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആൻഡ് IT ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ 3 വർഷ കോഴ്സുകളും 1 വർഷം ദൈർഘ്യമുള്ള കൺവെൻഷണൽ ആൻഡ് CNC മെഷീനിസ്റ്റ് തൊഴിലധിഷ്ഠിത സർട്ടിഫിക്കറ്റ് കോഴ്സും ഡിപ്ലോമ പൂർത്തീകരിച്ചവർക്ക് 1 വർഷത്തെ പോസ്റ്റ് ഡിപ്ലോമ ഇൻ ടൂൾ ഡിസൈനിംഗ് കോഴ്സും ഇവിടെ നടത്തുന്നുണ്ട്. കേന്ദ്ര സർക്കാർ നമ്മുടെ യുവാക്കൾക്ക് തൊഴിൽ നൈപുണ്യം നേടിക്കൊടുക്കുന്നതിനായി ഏർപ്പെടുത്തിയിരിക്കുന്ന സ്ഥാപനമായ നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് അംഗീകാരങ്ങളോടെയാണ് സർട്ടിഫിക്കറ്റ് നൽകുന്നത്. 500-ൽ പരം ബഹുരാഷ്ട്ര കമ്പനികളിലേക്കുള്ള ജോലി സാധ്യതയും ഗവൺമെന്റ് ഓർഗനൈസേഷനുകളിലേക്കുള്ള അവസരവുമാണ് ലഭിക്കുന്നത്. എൻട്രൻസ് മുഖേനയാണ് പ്രവേശനം. കേരള സർക്കാരുമായി ചേർന്ന് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കായി 3 വർഷ ഡിപ്ലോമ കോഴ്സുകളും ഹ്രസ്വകാല കോഴ്സുകളും നടത്തി. ഏകദേശം 2500ഓളം വിദ്യാർത്ഥികൾക്ക് വിദഗ്ധ പരിശീലനം നൽകുകയും കോഴ്സ് വിജയകരമായി പൂർത്തീകരിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും ജോലി നേടിക്കൊടുക്കുകയും ചെയ്തു. ഉന്നത നിലവാരം പുലർത്തുന്ന അധ്യാപനം, ആധുനിക പഠന സൗകര്യങ്ങൾ, മികച്ച പ്ലേസ്മെന്റ്, ശരാശരി ഇതൊക്കെയായിരിക്കും ഉന്നത വിദ്യാഭ്യാസത്തിനായി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ തിരഞ്ഞെടുപ്പിൽ ഊന്നൽ കൊടുക്കുന്ന ഘടകങ്ങൾ. മേൽപ്പറഞ്ഞ ഘടകങ്ങളോടൊപ്പം മികച്ച തൊഴിൽ പരിചയവും നൽകാൻ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് കഴിഞ്ഞാലോ അവിടെ നിന്നും പഠനം പൂർത്തിയാക്കുന്നവർക്ക് തൊഴിൽദാതാക്കൾ മുൻഗണന നൽകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അത്തരത്തിൽ എവിടെയും അംഗീകരിക്കപ്പെട്ട പേരാണ് തലശ്ശേരിയിലെ NTTF. വ്യാവസായിക വാണിജ്യ ലോകത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഏറ്റവും പുതുമയുള്ള കോഴ്സുകളും അതിനു സഹായകരമാകുന്ന നൂതന വിദ്യാഭ്യാസ രീതിയും ആണ് പിന്തുടരുന്നത് എന്നതിനാൽ പ്ലേസ്മെന്റും ഗ്യാരണ്ടി. ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്ങും പരമ്പരാഗത ക്ലാസ് റൂം പഠനത്തിന്റെയും സമന്വയമാണ് ആധുനിക കാലത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടത്. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളിൽ വിദ്യാർത്ഥികളെ സജ്ജരാക്കുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ് മേഖലകളിൽ പ്രത്യേകം പരിശീലനം നൽകുന്നു. അത്യാധുനിക സാങ്കേതിക വിദ്യകൾ, ആശയങ്ങൾ, സംവിധാനങ്ങൾ എന്നിവ മനസ്സിലാക്കി വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കാലികമായ എഞ്ചിനീയറിംഗ് പ്രവണതകളിൽ അവഗാഹം ഉണ്ടെന്ന് ഉറപ്പാക്കുന്നതിനാണ് കോഴ്സുകൾ പരിഷ്കരിക്കുകയും പുതുതലമുറ കോഴ്സുകൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിനു പുറമെയാണ് നൈപുണ്യ വികസനത്തിനായും മൂല്യാധിഷ്ഠിതമായ ഹ്രസ്വ കോഴ്സുകളും കരിക്കുലത്തിൽ ഉൾക്കൊള്ളിക്കുന്നത്. NTTFിൽ നിന്ന് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് വഴി തൊഴിൽ നേടുന്ന വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗവും തുടക്കക്കാർ എന്ന നിലയിലല്ല ജോലി നേടിയത്, മറിച്ച് സ്പെഷ്യലിസ്റ്റ് റോളുകളിലേക്കാണ് അവർ തിരഞ്ഞെടുക്കപ്പെട്ടത്. NTTFിൽ നിന്നും ലഭിച്ച അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ പ്രവൃത്തി പരിചയ അവസരങ്ങളും ആണ് തങ്ങളെ ഇതിന് പ്രാപ്തരാക്കിയതെന്ന് മുൻ വിദ്യാർത്ഥികളും സാക്ഷ്യപ്പെടുത്തുന്നു. അന്തർദേശീയ രീതിയിലുള്ള കോൺസെപ്റ്റ് പഠിക്കാനും ഡിജിറ്റലായുള്ള അവസരങ്ങൾ മുതലാക്കാനും അതോടൊപ്പം ഭൗതിക സാഹചര്യങ്ങളിൽ അധ്യാപകരും കുട്ടികളുമായി നേരിട്ട് ഇടപെട്ട് വ്യക്തിത്വ വികസനം വളർത്താനും തൊഴിൽ രംഗത്ത് പോയി നേരിട്ട് കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്ത് തൊഴിൽ സംസ്കാര രീതികൾ പഠിക്കാനും അത് തൊഴിലിലേക്ക് നയിക്കാനും NTTFിലെ വിദ്യാഭ്യാസം സഹായിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. മികവിന്റെ അധ്യായങ്ങളുമായി 6.5 പതിറ്റാണ്ട് ചരിത്രത്തിനൊപ്പം നടന്ന NTTF വളർച്ചയുടെ പുതുവഴികളിലാണ്. Mr. Ayyappan, Senior Manager and Principal of NTTF Tellicherry, Mr. N.K. Reddy, Dharmadam Panchayat President, Mrs. Preeta, Dharmadam Panchayat Member, ex-NTTF staff and their family, representatives from NTTF centers, alumni and their family, press and visual media people, family of the guests and of the guests.
To start with, Talcherry Training Center has performed very well in the academic field. We have excellent result in examinations, in post-diploma, diploma courses. We proudly announce that NDTF Talcherry bagged so many top foundation ranks for tool engineering and digital manufacturing, mechatronics, computer engineering, and post-diploma tool design. We have 34 teaching staff, 17 non-teaching staff. Several development and welfare measures like group medical insurance etc. are implemented for the corporate as well as unit level to staff and trainees. As on day, we have 667 trainees on rolls from the following courses: tool engineering, digital manufacturing, computer engineering, mechatronics, post-diploma as well as certificate program in precision machinist. And other than the normal training activities, we are also supporting the government in uplifting of the sidelined communities, that is SCST. We have designed the courses for SCST. For the last 12 years, we are contributing to the level best in getting them trained as well as placing them in better industries. So far, for the last 12 years, we have done 2,000 training for the SCST community, and we are happy to announce that 80% of them are doing well in the companies. And as per a recent survey, we identified that around 41 people are abroad. The highest salary is 1.75 lakhs per month. We have added some capital machineries last year also. And laptop is our medium. It's a compulsory tool for the students. Most of the classes are given through audio-visual media. Further, taking to the training infrastructures of our center, we proudly inform that the center is having modern machineries like robots, CNC machines, wire cutting, wire EDM, etc. And to add the list, we have got the 3D printing from Stratasys USA. We are celebrating the 65th Foundation Day of NTTF. Annual Day celebration. NTTF is one of the prestigious institution in the North Kerala, and one of the big institution, those who is contributing lot of technocrats across the country. The President at his presidential speech has mentioned what all the things they had done in past 1 year. NTTF Technical Training Institution is basically in Talcherry. At my student days, it was working in NTTF Nattur. But one fine morning we are hearing that institution has been shifted to Talcherry from Dharmada and ASAP. First of all, I express my displeasure. Without talking with the local MLA or local authorities, you had shifted that campus to Dharmadam because we had given shelter to you for last 60 years, more than 60 years. And those of the cadets, those of the technocrats are sitting in front of this audience had studied there. So at least if you are shifting from there, you have to talk with the local MLA. Why you are shifting from there? You had to convince me what is the reason behind that. But unfortunately, you didn't give any notice to me. One fine morning, I am hearing that NTTF has shifted to Dharmada. But I keep quiet because there is no need to make any controversy in that issue. Because we are treating this institution as one of the big institution and one of the prosperous institution, those who is contributing lot of trainees to the Indian scenario. The person who is sitting in front of the audience, they had given a lot of contribution to the Indian technical sector. NTTF in Talcherry, those who are producing technocrats in tool and die making area. At my campus days, the student community, those who have joined in the Brennan College, prefers first to get admission in NTTF Nattur. But now I don't know what is the scenario.
NTTF is one of the prestigious institutions in South Kerala and India. But my words to the authority, but unfortunately the institution is not growing. Why it was the reason? We had produced a lot of technocrats in the 90s and 2000 beginning. What is the situation in now? That has to be mentioned by the NTTF authority. This institution has to be grow in a very big manner, but unfortunately there is a stagnation occurring here. What was the reason? That has to be sorted out with the help of local MLAs. You know Talasheri, Dharmadam is, earlier it was part of Talasheri, now it is one of the constituency heading under the CM's constituency. This constituency is named by Dharmadam. So you had a lot of opportunities because Dharmadam is being under CM's constituency. Talasheri, earlier it was under one of the senior leader in Indian politics, Kodiyeri Balakrishnan, headed that constituency. So if you come before the authority to support, you need support from the government, you can approach the Kodiyeri Balakrishnan, it is tenure. Now you can approach to CM Pinarayi Vijayan that we had a DPR to support us. I don't know what is the situation here. So anyhow, that matter we are leaving. My humble request before the NTTF authority, you should approach CM. And what all the way you can support the government, you should support the government in various sectors. Kerala government is going far ahead. Respected principal, respected alumni members, respected students. Sir has already mentioned that he is the speaker and he needs the entire proceedings to be completed at the earliest, and I promise him that I will not stretch my words beyond 2 minutes. For me, this is coming back to the family kind of a feeling, because we are working closely and in a very coordinated manner with NTTF, and many of the achievements what has been described by the principal, we appreciate those efforts and looking forward to have more and visible interactions with the community. Speaker sir has mentioned certain areas which requires urgent attentions from the management of NTTF, and it's not only the management of NTTF, it is for the alumni of the NTTF also to take note of it. And I believe you have a strong network, and 65 years is something which is a very decent kind of performance for an organization or educational institution. So let's all put together, and if required, after this celebrations are over in a month's time, let's sit together to understand where we can all contribute together. If it is to be creating new projects, let's work on that. On behalf of ASAP Kerala, I extend all support for all the future endeavors, and to this function and to the all the other activities that you have planned as part of this annual function. I extend all my greetings. Thank you. NTTF is extremely happy to honor her at this moment. From there it started. So when it was very maybe 40 years plus before, the technology was very different from what it is now, and things were different. The training was very tough. Probably the present generation wouldn't like to hear all that because it was very tough. But apart from that, NTTF training, as a normal student from, I was studying in Brennan College here, and as a student, I felt the atmosphere was very different, very open, and though the training was very strict, and the instructors also were very strict during training period, but they have given me, there was immense opportunities and chances for us to explore, and NTTF training given me a lot of courage to explore, and the training style was like nobody tells us you study, you perform, you show the result. No, the atmosphere was in such a way that we have to improvise ourselves day by day, and I'm still doing that.
I am so happy and proud to be a tool and die person and to consider that as my further living, and I am so happy, and I once again express my grateful thanks to NTTF and everyone who was with me, especially my instructors, my classmates, and everyone, my family, everyone, once again for this opportunity. Thank you all.
And my dear colleagues and well-wishers of NTTF and alumni, dear trainees. NTTF തലശ്ശേരിയുടെ 65ാം വാർഷികാഘോഷം അതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. തീർച്ചയായും ഇവിടെ കൂടിച്ചേരുന്നവർക്കൊക്കെ അറിയുന്നത് പോലെ പതിറ്റാണ്ടുകൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 1959 തലശ്ശേരിക്കടുത്തുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ, നെട്ടൂർ എന്ന ഗ്രാമത്തിലാണ് NTTF പിറവിയെടുക്കുന്നത്. പിന്നീട് അങ്ങോട്ട് ലോകമെമ്പാടും ടൂൾ ആൻഡ് ഡൈ മേക്കിംഗ് എന്ന കോഴ്സിലൂടെ ഒരു ചരിത്രം സൃഷ്ടിച്ച് മുന്നേറിയ സ്ഥാപനമാണ് NTTF എന്നത്. കഴിഞ്ഞ 2 വർഷത്തോളമായി അതിൻ്റെ ഒരു മെക്കാനിക്കൽ സെക്ഷൻ ഈ വിങ്ങിലേക്ക് മാറി എന്നുള്ളതാണ് നിലവിലെ സ്ഥിതി. കൂടുതലൊന്നും പറയുന്നില്ല. ഈ ചടങ്ങിന് നന്ദി പറയുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായ ദൗത്യം. തീർച്ചയായും 65ാം വാർഷികാഘോഷം അസാബിൽ വെച്ച് സംഘടിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് എത്തിയത് നമ്മുടെ അലുമിനീസിനെ പരമാവധി ആളുകളിലേക്ക് വിവരം എത്തിക്കണം എന്നുള്ളതാണ്. NTTF എല്ലാ കാലത്തും ആഗ്രഹിക്കുന്ന പോലെ എന്ന് ചേർത്ത് പിടിക്കുന്നത് NTTFൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളെ തന്നെയാണ്. നാം ഉൾപ്പെടുന്ന അധ്യാപകരും എല്ലാ കാലത്തും വളരെ സന്തോഷത്തോടെ നോക്കിക്കാണുന്നവരാണ് നമ്മുടെ അലുമിനീസ്. ആദ്യം തന്നെ ഈ ചടങ്ങിലേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിക്കുകയും ലോകത്തിൻ്റെ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ വിവിധ കോണുകളിൽ നിന്ന് ഇന്നലെയും ഇന്നുമായി ഇവിടെ എത്തിച്ചേർന്ന് ഈ ചടങ്ങിനെ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കി തീർത്ത ബഹുമാന്യരായ എല്ലാ പൂർവ്വ വിദ്യാർത്ഥികൾക്കും തലശ്ശേരി കുടുംബത്തിൻ്റെ TTC ഫാമിലിയുടെ സ്നേഹവും നന്ദിയും ആദ്യം അറിയിക്കുകയാണ്. അതോടൊപ്പം ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് ഏറെ കാലത്തെ നമ്മുടെ ഒരു ശ്രമമായിരുന്നു. ബഹുമാനപ്പെട്ട സ്പീക്കർ സാറിൻ്റെ ഒരു സാന്നിധ്യം നമ്മുടെ സെൻട്രൽ ആവശ്യം വേണമെന്നുള്ളത് നമ്മളെല്ലാം ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഉൾപ്പെടെ ആഗ്രഹിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുകയും നമ്മൾ ക്ഷണിക്കുകയും ചെയ്തപ്പോൾ സർവാത്മന നമ്മോട് ഞാൻ തയ്യാറാണ്, എപ്പോഴാണ് എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയും ഇന്നത്തെ ദിവസം അദ്ദേഹം വളരെ നേരത്തെ തന്നെ നമുക്ക് വേണ്ടി ഷെഡ്യൂൾ ചെയ്തതുമാണ്. തീർച്ചയായും 65ാം വാർഷികാഘോഷത്തിൻ്റെ ക്ഷണം സ്വീകരിക്കുകയും വളരെ നല്ല രീതിയിൽ കൃത്യമായി NTTFനെ വരച്ചു വെച്ച് പൊതുസമൂഹം ഇന്ന് എന്താണ് NTTF എന്ന് കൃത്യമായി അദ്ദേഹം അടയാളപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങയുടെ വാക്കുകളും സന്ദേശങ്ങളും ഒരളവ് വരെ പ്രാവർത്തികമാക്കാൻ നിലവിൽ NTTFൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഈ NTTF TTC ശ്രമിക്കും എന്നുകൂടി ഈ അവസരത്തിൽ പറയുന്നു. അങ്ങയുടെ നല്ല വാക്കുകൾക്കും സാന്നിധ്യം കൊണ്ട് ധന്യമാക്കിയ ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർക്കും സ്നേഹത്തോടെ നന്ദി അറിയിക്കുകയാണ്.